റിട്ടയർ ചെയ്തതിന് ശേഷം എല്ലാ മാസവും 1-ാം തീയതി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1,00,000 രൂപ കൃത്യമായി വന്നു ചേരുകയാണ്. ആലോചിച്ച് നോക്കൂ, ഇതൊരു സമാധാനമല്ലേ? നമ്മൾ അധ്വാനിക്കുന്ന കാലം അത്രയും ചിന്തിക്കുന്നത് ഇക്കാര്യത്തെ പറ്റിയാണ്. ജോലി നിർത്തുമ്പോൾ പണം വരുന്നത് നിൽക്കരുത്. പക്ഷേ ഈ 1,00,000 രൂപ എന്നത് വെറും ഒരു സ്വപ്നമാണോ? അതോ കൃത്യമായ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഇതൊരു അസാധ്യമായ കാര്യമാണെന്നാണ്. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഈ റിട്ടയർമെന്റ് പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് വലിയ ശമ്പളമുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒന്നല്ലേ എന്ന് ചിന്തിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ഇതൊന്ന് നോക്കണം. ഇതിൽ വലിയ രഹസ്യങ്ങളൊന്നുമില്ല. നമ്മൾ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിലെ ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രായം 40 വയസ്സാണെന്ന് വിചാരിക്കുക. 60ാമത്തെ വയസ്സിൽ ജോലി നിർത്തി വിശ്രമിക്കണം. കയ്യിൽ മാസം 1,00,000 രൂപ വെച്ച് വരികയും വേണം. ഇനി 20 വർഷം മുന്നിലുണ്ട്. എങ്ങനെ ഇത് സാധ്യമാകും? നമുക്കിതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. എല്ലാവരും വിചാരിക്കുന്നത് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ വലിയൊരു തുക ഒന്നിച്ച് എവിടെയെങ്കിലും നിക്ഷേപിക്കണം എന്നാണ്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ റിട്ടയർ ചെയ്യുന്ന ഈ സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ ഒരു ഫണ്ട് ഉണ്ടായിരിക്കണം എന്നതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു തത്വമുണ്ട്, 4% റൂൾ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ആകെ തുകയുടെ 4% നിങ്ങൾ എല്ലാ വർഷവും പിൻവലിച്ചാൽ ആ പണം ഒരിക്കലും തീർന്നു പോകില്ല. ഈ കണക്ക് വെച്ച് നോക്കിയാൽ വർഷം 12 ലക്ഷം രൂപ കിട്ടാൻ, അതായത് മാസം 1,00,000 രൂപ കിട്ടാൻ നിങ്ങളുടെ റിട്ടയർമെന്റ് കിറ്റിൽ നിന്ന് 3 കോടി രൂപ ഉണ്ടായിരിക്കണം. 3 കോടി രൂപയോ? ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും തലകറക്കം വരാം. സാധാരണക്കാരനായ ഒരു ശമ്പളക്കാരന് 3 കോടി രൂപയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അതും 20 വർഷം കൊണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും ലക്ഷ്യത്തിലേക്ക് നോക്കുമ്പോൾ അത് വലുതായി തോന്നും, പക്ഷെ അതിലേക്കുള്ള വഴി ചെറുതാണ്. ഇവിടെയാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് വരുന്നത്. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, നമുക്ക് കണക്കുകൾ നോക്കാം. നമ്മൾ ഈ 3 കോടി രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ SIP വഴി മാസം തോറും ഒരു നിശ്ചിത തുക മാറ്റിവെക്കുകയാണെന്ന് കരുതുക. ചരിത്രപരമായി നോക്കിയാൽ ദീർഘകാല നിക്ഷേപങ്ങളിൽ ഇന്ത്യയിലെ ലാർജ് ക്യാപ് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ ശരാശരി 12% വാർഷിക റിട്ടേൺ തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ കഴിഞ്ഞ 20 വർഷത്തെ വളർച്ച നോക്കിയാൽ ഇത് കൃത്യമായി മനസ്സിലാകും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡേറ്റ പ്രകാരം നിഫ്റ്റി 50 ഇൻഡെക്സ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ഏകദേശം 12% CGR റിട്ടേൺ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 12% റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് 20 വർഷത്തേക്ക് മാസം എത്ര രൂപ നമ്മൾ മാറ്റിവെക്കണം? കൃത്യമായി പറഞ്ഞാൽ മാസം 30,000 രൂപ. അതെ, മാസം 30,000 രൂപ വെച്ച് 20 വർഷം കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്താൽ 12% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിരക്കിൽ നിങ്ങളുടെ ഫണ്ട് ഏകദേശം 3 കോടിക്ക് മുകളിലെത്തും. ഇനി ഇവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. പലർക്കും മാസം 30,000 രൂപ തുടക്കത്തിലെ മാറ്റിവെക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് സ്വാഭാവികമാണ്. അതിനും ഒരു വഴിയുണ്ട്. ഇതിനെയാണ് സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറയുന്നത്. അതായത് ഈ വർഷം നിങ്ങൾ 10,000 രൂപ വെച്ച് തുടങ്ങുന്നു. അടുത്ത വർഷം നിങ്ങളുടെ ശമ്പളം കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് തുക ഒരു 10% കൂട്ടുന്നു. അങ്ങനെ ഓരോ വർഷവും 10% വെച്ച് കൂട്ടിയാൽ പോലും ഈ 20 വർഷം കൊണ്ട് നിങ്ങൾക്ക് 3 കോടി എന്ന ലക്ഷ്യത്തിലെത്താൻ പറ്റും. നമ്മൾ കളി തോൽക്കുന്നത് ഇവിടെയാണ്. ലക്ഷ്യം കാണുമ്പോൾ പേടിച്ച് നമ്മൾ തുടങ്ങുകയേ ഇല്ല. ശരി, ഇനി 60ാമത്തെ വയസ്സിൽ നിങ്ങളുടെ കയ്യിൽ 3 കോടി രൂപ വന്നു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഈ തുക മുഴുവൻ കൊണ്ടുപോയി സേവിങ്സ് ബാങ്കിലോ അല്ലെങ്കിൽ വെറും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലോ ഇട്ടാൽ മതിയോ? പോരാ. കാരണം പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു വില്ലനുണ്ട്. ഇന്ന് 1,00,000 രൂപയ്ക്കുള്ള വിലയായിരിക്കില്ല 20 വർഷം കഴിയുമ്പോൾ. അതുകൊണ്ട് റിട്ടയർമെന്റിന് ശേഷവും നമ്മുടെ പണം വളർന്നുകൊണ്ടേയിരിക്കണം. ഇതിനാണ് നമ്മൾ ഒരു ഹൈബ്രിഡ് പ്ലാൻ തയ്യാറാക്കുന്നത്. ഈ 3 കോടി രൂപയെ നമ്മൾ 2ആയിട്ട് തിരിക്കുന്നു. ഒരു ഭാഗം പൂർണ്ണമായും സുരക്ഷിതമായ സർക്കാർ സ്കീമുകളിലേക്ക് മാറ്റുന്നു. ഉദാഹരണത്തിന് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അല്ലെങ്കിൽ SSC/SS. കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഈ പദ്ധതിയിൽ നിലവിൽ, അതായത് ഈ 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിലെ പോസ്റ്റ് ഓഫീസ് ഡേറ്റ പ്രകാരം 8.2% പലിശ നിരക്ക്. ഇതിൽ ഒരാൾക്ക് പരമാവധി 30 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് അക്കൗണ്ട് എടുത്താൽ 60 ലക്ഷം രൂപ വരെ ഇതിലിടാം. 60 ലക്ഷം രൂപ 8.2% പലിശ കിട്ടാൽ വർഷം 4,96,000 രൂപ പലിശയായി മാത്രം കിട്ടും. അതായത് മാസം ഏകദേശം 40,000 രൂപയോളം ഈ ഒറ്റ സുരക്ഷിത നിക്ഷേപത്തിൽ നിന്ന് മാത്രം ലഭിക്കും. ബാക്കി വരുന്ന 2,40 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ ഡെപ്റ്റ് ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അല്ലെങ്കിൽ SWP സെറ്റ് ചെയ്യുന്നു. SIPയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് SWP. SIPയിൽ നമ്മൾ മാസം തോറും പണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ SWP വഴി മ്യൂച്വൽ ഫണ്ട് കമ്പനി എല്ലാ മാസവും കൃത്യമായൊരു തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് തരും. ഈ 2,40 ലക്ഷം രൂപയിൽ നിന്ന് മാസം ഒരു 60,000 രൂപ വീതം SWP ചെയ്യാൻ തീരുമാനിച്ചാൽ ബാക്കി പണം അവിടെ കിടന്ന് വീണ്ടും വളരും.
ഡെപ്റ്റ് ഫണ്ടുകൾ സാധാരണയായി 7 മുതൽ 9% വരെ റിട്ടേൺ തരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ പണം പിൻവലിച്ചാലും നമ്മളുടെ മെയിൻ ഫണ്ട് വലിയ രീതിയിൽ കുറഞ്ഞു പോകില്ല. അപ്പോൾ കണക്ക് ഒന്ന് കൂട്ടി നോക്കണം. SSC/SS വഴി മാസം 40,000 രൂപ, മ്യൂച്വൽ ഫണ്ട് SWP വഴി മാസം 60,000 രൂപ, ആകെ തുക മാസം 1,00,000 രൂപ കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിട്ടയർമെന്റിന് ശേഷവും നിങ്ങളുടെ കയ്യിലുള്ള പ്രധാന തുക സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. പക്ഷേ ഇതിലൊരു കെണിയുണ്ട്. നമ്മൾ ഈ പ്ലാൻ 20 വർഷത്തേക്ക് കൃത്യമായി കൊണ്ടുപോകണം. മാർക്കറ്റ് ഇടിയുമ്പോൾ പേടിച്ച് SIP നിർത്തരുത്. അതുപോലെ തന്നെ റിട്ടയർമെന്റ് ഫണ്ടിൽ നിന്ന് വീട് വെക്കാനോ മക്കളുടെ കല്യാണത്തിനോ വേണ്ടി പണം എടുത്തു മാറ്റരുത്. ഡിസിപ്ലിൻ അത് മാത്രമാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതൊക്കെ ചെയ്യാൻ വലിയ ഫിനാൻഷ്യൽ നോളജ് വേണോ എന്ന്. സത്യത്തിൽ അതിന്റെ ആവശ്യമില്ല. ബേസിക്കായ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, കൃത്യസമയത്ത് നിക്ഷേപം തുടങ്ങുക. ഈ അടുത്ത കാലത്ത് RBIയുടെ റിപ്പോ റേറ്റ് 4 വർഷത്തിന് ശേഷം കുറയും എന്ന സൂചനകൾ വരുന്നുണ്ട്. റിപ്പോ റേറ്റ് നിലവിൽ 6.5% തുടരുകയാണെന്ന് RBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും വ്യക്തമാക്കുന്നു. നിരക്കുകൾ മാറുമ്പോൾ വരും ദിവസങ്ങളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ പരമ്പരാഗത നിക്ഷേപങ്ങളിൽ മാത്രം വിശ്വസിച്ചിരുന്നാൽ നമ്മുടെ റിട്ടയർമെന്റ് കാലത്ത് പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഈ നമ്പറുകളൊക്കെ നിങ്ങളുടെ റഡാറിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ട്രെൻഡിന് പുറകെ ഓടുകയാണോ അതോ ട്രെൻഡ് നമ്മളെ ഓടിക്കുകയാണോ എന്ന് കൃത്യമായി തിരിച്ചറിയണം. സ്വന്തം റിട്ടയർമെന്റിനായി ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ മനസ്സിലുണ്ടായിരിക്കണം. മ്യൂച്വൽ ഫണ്ടുകളും സർക്കാർ പദ്ധതികളും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ റിസ്ക് കുറയുകയും സുരക്ഷിതത്വം കൂടുകയും ചെയ്യും. ഈ ഒരു പ്ലാൻ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതൊരു മാതൃക മാത്രമാണ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. എങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ChatGPT ആണ് ഉപയോഗിക്കുന്നത്. കാരണം സങ്കീർണമായ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കഥ പറയുന്നത് പോലെ ലളിതമായി പറയാൻ ഇതിന് കഴിവുണ്ട്. നമ്മൾ ഗൂഗിളിൽ തിരയുന്നത് പോലെയല്ല AIയോട് ചോദിക്കേണ്ടത്. അതിനാദ്യം ഒരു റോൾ നൽകണം. ഒരു ബാങ്ക് മാനേജരോട് ചോദിക്കുന്ന ഗൗരവത്തോടെ വേണം AI മറുപടി തരാൻ. അടുത്തതായി നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കണം. വിരമിച്ച ശേഷം മാസം 1,00,000 രൂപ വേണമെന്ന കാര്യം ഇവിടെ എഴുതി നൽകണം. Create a simple step-by-step retirement blueprint for a salary earner who wants a passive income for 1 lakh per month starting at age 60. Show how to combine a safe, systematic withdrawal plans from mutual funds with a portion in senior citizen savings scheme. ഇനി നമ്മുടെ കൃത്യമായ പ്രായം നൽകണം. എങ്കിൽ മാത്രമേ നമുക്ക് എത്ര വർഷം ബാക്കിയുണ്ടെന്ന് കണക്ക് കൂട്ടി കൃത്യമായി നിക്ഷേപ തുക AI പറഞ്ഞു തരുള്ളൂ. അവസാനമായി വലിയ ഇക്കണോമിക്സ് വാക്കുകൾ ഒഴിവാക്കി ആദ്യമായി നിക്ഷേപം നടത്തുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പോയിന്റുകളായി മറുപടി തരാൻ ആവശ്യപ്പെടാം. ഇപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് കോപ്പി ചെയ്യാം. Act as a senior certified financial planner in India. Create a simple step-by-step retirement blueprint for a salary earner who wants a passive income of 1 lakh per month starting at age 16. Show how to combine safe, systematic withdrawal plans from mutual fund with a portion in senior citizen schemes. My current age. അതായത് ഇവിടെ നമ്മൾ നമ്മുടെ current age കൊടുക്കണം. 40 വയസ്സാണെങ്കിൽ അത് കൊടുക്കണം. My current age is 14. I want to retire at 16. Keep the tone motivational and realistic. Present as the simple step-by-step action plan. Use plain English. Avoid heavy financial jargon. Write as if explaining to first-time investor in India with no financial background. ഇനി ഇത് നമുക്ക് എൻ്റർ ചെയ്യാം. ChatGPT നമുക്ക് വ്യക്തമായ ഒരു ഗൈഡ് തന്നിട്ടുണ്ട്. 40 വയസ്സുള്ള ഒരാൾ അടുത്ത 20 വർഷം കൊണ്ട് എത്ര രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന വലിയൊരു തുകയുടെ ഒരു ഭാഗം സുരക്ഷിതമായ സർക്കാർ സ്കീമിലും ബാക്കി ഭാഗം മികച്ച മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപിച്ച് അതിൽ നിന്ന് SWP വഴി മാസം 1,00,000 രൂപ പിൻവലിക്കാനാണ് ഇത് നിർദ്ദേശിക്കുന്നത്. ഓരോ മാസവും നമ്മൾ ചെയ്യേണ്ട നിക്ഷേപത്തിന്റെ ഏകദേശ കണക്കും ഇതിലുണ്ട്. എന്നാൽ നിക്ഷേപം തുടങ്ങുന്നതിന് മുൻപ് നിലവിലെ മാർക്കറ്റ് നിരക്കുകൾ ഉറപ്പുവരുത്തണം.